ഇതൊന്നും അറിയാതെയാണ് ഇവിടെ ചില ആളുകൾ പലസ്തീൻ കീ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. പലസ്തീനിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ വേദനകൾ നമ്മുടെയും വേദനകൾ തന്നെയാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷേ ആ വേദനകളെ വർദ്ധിപ്പിച്ചത്, ആ വേദനകൾ ഉണ്ടാക്കിയെടുത്തത് ഇറാൻ ആകുന്നു എന്നുള്ളത് അവിടുത്തെ ജനത്തിനറിയാം. ഇവിടുത്തുകാർക്ക് അറിയത്തില്ലെങ്കിലും അവിടുത്തുകാർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇറാനിൽ ഈ ബോംബ് വർഷം ഇസ്രായേൽ നടത്തുമ്പോൾ ഏറെ ആഹ്ലാദിക്കുന്നത്. ഹമാസും അതിനെ സേവിച്ച ഇസ്രായേൽ വിരുദ്ധ ഭീകര സംഘടനകളുടെ ശൃംഖലയും വഴി തങ്ങളുടെ ജീവിതങ്ങൾ നശിപ്പിച്ചതിന് ഇറാനെ നേരിട്ട് ഉത്തരവാദിയാക്കുന്ന അടുത്ത കാലത്തായിട്ട് ഇതിന് പരിമിതമായ തന്ത്രപരമായ സ്വാധീനം മാത്രമേ ഉണ്ടാകൂവെങ്കിലും ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ദുർബലപ്പെടുത്തലോ സാധ്യമായ തകർച്ചയോ യുദ്ധാനന്തര ഗാസയുടെ പുനർജീവനത്തിനും പലസ്തീനികൾക്കിടയിലും ഇസ്രായേലികൾക്കിടയിലും സമാധാനത്തിനും ഒരു നല്ല സംഭവ വികാസമായിരിക്കുമെന്ന് അഹമ്മദ് ഫൗദ് അൽ ഖാത്തീബ്, വളരെ സമർത്ഥനായിട്ടുള്ള ഇസ്രായേൽ പലസ്തീൻ ചർച്ചകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ഈ സമാധാന സന്ധി പലസ്തീനും ഇസ്രായേലും കൂടെ ഹമാസ് തീർന്നു കഴിഞ്ഞാൽ, ഇറാന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പലസ്തീനും ഇസ്രായേലും തമ്മിൽ നല്ല ഒരു അന്തരീക്ഷത്തിൽ അവർ സുഹൃത്ത് വലയത്തിൽ ജീവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അഹമ്മദ് ഫൗദ് അൽ ഖാദിബി പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ ചർച്ചകളിൽ തീർച്ചയായിട്ടും ഒരു പുരോഗമനം അത്തരത്തിൽ ഈ യുദ്ധം കഴിഞ്ഞാൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹമാകട്ടെ ഇതേപോലുള്ള കാര്യങ്ങളെ അറ്റ്ലാന്റിക് കൗൺസിൽ പദ്ധതിയായ റീസൺസ് ഫോർ ഫലസ്തീനിയൻ എന്നുള്ള അതിനകത്തെ അഹമ്മദ് ഫൗദ് അൽ ഖാത്തീബ് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ വളരെ യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് പുറമേ നിന്ന് ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ഒരു ചോദ്യം, അല്ലെങ്കിൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ യുദ്ധം റഷ്യക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുമോ അതോ ദോഷമായിരിക്കുമോ ചെയ്യുക? കാരണം റഷ്യ ഉക്രൈനുമായിട്ട് ഇപ്പോൾ ഓൾറെഡി യുദ്ധത്തിൽ തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നീളുമോ അതോ ഇതിനോടകം അതും അവസാനിക്കുമോ എന്നുള്ള ചോദ്യം വരികയാണ്. റഷ്യക്ക് ഏത് പ്രകാരത്തിലായിരിക്കും? കാരണം റഷ്യയാണ് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റഷ്യക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത്, അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. മോസ്കോ എങ്ങനെയാണ് ഇരുപക്ഷത്തേക്കും നീങ്ങുന്നത്? ഇസ്രായേലിനെ അവർക്ക് വേണം, അതോടൊപ്പം തന്നെ ഇറാനെയും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവർ രണ്ടു കൂട്ടരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയുക? ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിന്ന് റഷ്യക്ക് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ആയിട്ട് അവർ പറയുന്നത് US-ൻ്റെ ശ്രദ്ധയും പിന്തുണയും ഉക്രൈനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചുവിടപ്പെടുന്നു. അപ്പോൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പം US-ൻ്റെ ആ ശ്രദ്ധ ഇസ്രായേലിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉക്രൈൻ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാതെ വരികയും അങ്ങനെ റഷ്യക്ക് ഉക്രൈൻ്റെ മേൽ കുറച്ചും കൂടെ മേൽക്കൈ നേടുവാൻ സാധിക്കുകയും ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ഇസ്രായേലിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടപ്പെടുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? തങ്ങൾക്ക് കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിൽ യുദ്ധം ചെയ്യാൻ സാധിക്കും, കുറച്ചും കൂടെ ഉക്രൈനെ പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു നേട്ടമായിട്ട് റഷ്യ പറയുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് എണ്ണ വിലയിലെ വർധനവാണ്. നമുക്കറിയാമല്ലോ, യുദ്ധനിമിത്തം എണ്ണ വിലയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ വില വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും അവിടുന്ന് കിട്ടുന്ന മോസ്കോയ്ക്ക് ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിന് ധനസമാഹരണമായിട്ട് ഈ വരുമാനങ്ങളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുവാനൊക്കെ റഷ്യക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം ആയിട്ട് പറയുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിച്ചാൽ ഈ നേട്ടങ്ങൾ അധികകാലം നിലനിൽക്കുകയില്ല എന്നുള്ളതും റഷ്യക്കറിയാം. അതുകൊണ്ടാണ് റഷ്യ പമ്മി നിൽക്കുന്നത്. ഞങ്ങൾ വരാം, നിങ്ങൾ വിളിക്കുക, മധ്യസ്ഥ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറയുന്നെങ്കിലും അവർക്ക് വേറെ ചില കോട്ടങ്ങൾ ഇത് മുഖാന്തരം ഉണ്ടാകും. അതും കൂടെ നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അതായത് ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ട്രംപും റഷ്യൻ പ്രസിഡന്റിൻ്റെ വ്ളാഡിമിർ പുടിനും അടുത്തിടെ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഉക്രൈനിലെ യുദ്ധം തുടരുന്നുണ്ടെങ്കിലും വാഷിങ്ടണുമായുള്ള റഷ്യൻ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന പുടിൻ്റെ ലക്ഷ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നത്. അപ്പോൾ അവർ തമ്മിൽ ബായി ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ആ ഫോൺ സംഭാഷണത്തിലൂടെ നമുക്ക് എത്രയും വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാം, നമുക്ക് മധ്യസ്ഥ അണയ്ക്കാം എന്നൊക്കെ പറയുന്നത്. എന്നാൽ ചില റഷ്യൻ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് പോലെ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇറാനിലെ ഭരണകൂട തകർച്ചയുടെ അപകട സാധ്യതയും ഉൾക്കൊള്ളുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ ഭരണം ഇപ്പോൾ
മാറിപ്പോയി എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉള്ള അലി ഖൊമൈനി എന്ന് പറയുന്ന വ്യക്തി മാറിയിട്ട് മറ്റൊരാളാണ് ആയത്തുള്ളയായി വരുന്നതും മറ്റൊരു ഭരണമാണ് അവിടെ വരുന്നതെങ്കിൽ, അപ്പോൾ ഒരു പക്ഷെങ്കിൽ ആയത്തുള്ളയുടെ അല്ലെങ്കിൽ അവിടെ ഈ മതരാഷ്ട്രത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് അവിടെ വരുന്നതെങ്കിൽ അത് റഷ്യക്ക് പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. കാരണം എന്താണ്, മോസ്കോവുമായിട്ടുള്ള അടുത്ത് സഹകരിച്ചിരുന്ന ഒരു ദീർഘകാല സർക്കാരിൻ്റെ പതനമാണ് തൽഫലമായിട്ടുണ്ടാകുക. അപ്പോൾ ഇനിയും വരുന്ന ഇറാനിൽ ഉയർന്നു വരാൻ പോകുന്ന പുതിയ അധികാരികളുമായിട്ട് സ്വാധീനത്തിനായിട്ട് റഷ്യ മറ്റുള്ളവരുമായിട്ടൊക്കെ മത്സരിക്കേണ്ടി വരും. കാരണം പുതിയ ഭരണകൂടം വരുമ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വഴങ്ങുന്നതായിരിക്കും. ഇസ്രായേലും അതേപോലെ അമേരിക്കയും ചൊൽപ്പടിയിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും ഇറാനിൽ ഭരണാധിപന്മാരായിട്ട് വരിക. മാത്രമല്ല, ഒരു പക്ഷെങ്കിൽ ജനായത്ത ഭരണ സമ്പ്രദായത്തിലേക്ക് അവർ വരികയാണെങ്കിൽ മത നിയമങ്ങളൊക്കെ തന്നെ മാറുകയും, ഇപ്പോൾ ഷായുടെ മകൻ അവിടെ അധികാരിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പക്ഷം, അദ്ദേഹത്തിൻ്റെ സഹകാരികളൊക്കെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് അവിടെ പ്രക്ഷോഭങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം തന്നെ അതിന് ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു രാജഭരണം വേണ്ട എന്നാണ് നല്ല പങ്കാളികളും വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു പ്രതിപക്ഷത്തെ ഒരുമിച്ച് നിർത്താനായിട്ട് അവിടെ ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവുമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ അവിടുന്ന് വരുന്നുമുണ്ട്. അപ്പം ഈ കാരണത്താലാണ്, അല്ലെങ്കിൽ ഇതിനോടിടയ്ക്ക് തന്നെ അവിടുത്തെ മതാധിപത്യം എന്നേ അവസാനിച്ചേനെ. മതാധിപത്യം അവസാനിച്ചിട്ട് അവിടെ ഒരു സെക്യുലറിസം വരികയും മറ്റുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവിടുത്തെ സാമ്പത്തിക അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. അവിടുത്തെ മതവിധികൾ ആരും തന്നെ പാലിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഖൊമേനിക്ക് കിട്ടുന്നതായ സപ്പോർട്ട് എന്ന് പറയുന്നത് തുച്ഛമാണ്. വിരലിലെണ്ണാവുന്ന സപ്പോർട്ടുകളൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളെയൊക്കെ ഇതിനോടിടയ്ക്ക് തന്നെ ഇസ്രായേൽ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒളിവിലുമാണ്. അപ്പോൾ ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഖൊമേനിയെ കൊല്ലാത്തത്? അതിന് പ്രത്യേക റീസണുണ്ട്. അതിൻ്റെ റീസൺ, ഖൊമേനിയുടെ മകൻ, ഇപ്പോഴുള്ള ആയത്തുള്ള അലി ഖൊമേനിയുടെ മകൻ, അവൻ ഈ ഖൊമേനിയെക്കാളും അതിഭീകരനായിട്ടുള്ള മതവാദിയാണ്. അങ്ങനെ അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ശേഷം അവിടുത്തെ ആയത്തുള്ളയായിട്ട് വരുന്നതെങ്കിൽ, മത നേതാവായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാളും കടുപ്പിച്ച മത കാര്യങ്ങളായിരിക്കും അവിടെ കൊണ്ടുവരിക. ഒന്നാമത് അവർ ഷിയാക്കളാണ്. ഷിയാക്കൾ സുന്നികളുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകുകയില്ല. അവിടെയുള്ള അവശേഷിക്കുന്ന സുന്നികളെപ്പോലും തെരഞ്ഞു പിടിച്ച് കൊല്ലുവാനും ഇവർ മടിക്കുകയില്ല. മാത്രമല്ല, അവിടെ നിരീശ്വരവാദം വളരെ ശക്തമായിട്ട് പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മതവാദിയായിരിക്കുന്ന ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നിരീശ്വരവാദികളെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് മടിയുണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും ആ വിധത്തിൽ അദ്ദേഹം വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. അത് അറിയാവുന്നതുകൊണ്ടാണ് ഖൊമേനിയെ ഇവർ വധിക്കാതിരിക്കുന്നത്. ഖൊമേനി എവിടെയാണെന്നോ എന്താണെന്നോ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്നും അറിയാഞ്ഞിട്ടല്ല. ഡേ ടു ഡേ ഇൻഫർമേഷനൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവർ കൊല്ലാത്തതിൻ്റെ കാരണം ഒരു സഹതാപ തരംഗം ആ ഇസ്രായേലിയൻ ജനതയുടെ ഉള്ളിലുണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ മകനെ ആയത്തുള്ള ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അതിന് ഇസ്രായേൽ മുതിരാതെ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ കാരണം. അല്ലാതെ ഇതിനേക്കാളും വലിയ ശക്തരായിട്ടുള്ളവരെ, പ്രസിഡന്റിനെ വരെ വധിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ഖൊമേനിയാണോ വലിയ കാര്യം? ഒന്നുമല്ല. പക്ഷേ അവരത് മനഃപൂർവ്വമായിട്ട് ചെയ്യാത്തതാണ്. അമേരിക്കയും അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ജനങ്ങളാൽ തന്നെ ഈ ഭരണകൂടത്തെ മറിച്ചിടണമെന്നും, അങ്ങനെ മറിച്ചിടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പുതിയ ഭരണകൂടം വരുന്നത് തങ്ങളുടെ ചൊൽപ്പടി, അല്ലെങ്കിൽ തങ്ങളുടെ ചൊൽപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ പാപങ്ങളായിട്ടല്ല, എല്ലാ ജനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാനും ഒരുപോലെ കരുതാനും യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് സമാധാന അന്തരീക്ഷത്തിൽ സഹവർത്തിത്വം നടത്തത്തക്കവണ്ണം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് പോവുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ നിരീക്ഷണമാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും വലിയ യുദ്ധത്തിലേക്ക് പോകുന്നതെന്നുള്ളത്? ഇതുവരെ ഈ സത്യങ്ങളെ, ഈ വസ്തുതകളെ മനസ്സിലാക്കാതെ ഇസ്രായേൽ തെമ്മാടിക്കൂട്ടമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇസ്രായേൽ ഒരു രാജ്യത്തും അന്യായമായി കയറി ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അവർ ഉപദ്രവിക്കുകയുമില്ല. അതവരുടെ പോളിസിയല്ല. കാരണം അവർ വിശ്വസിക്കുന്നവനായിട്ടുള്ള സത്യദൈവം, അവർ വിശ്വസിക്കുന്ന അവരുടെ വേദഗ്രന്ഥം വളരെ കൃത്യമായിട്ട് നീതിയും ന്യായവും നടപ്പിൽ വരുത്തുന്നതിനെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയും അവർ ജഡപ്രകാരം അബ്രഹാമിൻ്റെ സന്തതിയിൽപ്പെട്ടവരാകിയാൽ അവര് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ, യഹോവയുടെ സ്നേഹിതന്മാർ എന്നറിയപ്പെടുന്ന ആ ഇസ്രായേൽ ജനത്തെ ദൈവം സംരക്ഷിക്കുകയും ചെയ്യുന്നു.
ദൈവം സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം, ഒരു രാഷ്ട്രമായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയാമെന്ന് പറഞ്ഞിട്ടും അവർ മുടിഞ്ഞു പോകാത്തത് യഹോവയുടെ ദയ കൊണ്ടാകുന്നെന്ന് മലാക്കി പ്രവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ അച്ചട്ടായിട്ടുള്ളതാണ്. ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവമക്കളോട് വളരെ കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട്. ഇന്ന് ഇറാനിയൻ പൊതുജനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെ കാണുന്നതെന്നുള്ളത് നമുക്ക് കെല്ലി ജെ ഷാനൻ ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസിലെ ഒരു ചരിത്രകാരിയും വിസിറ്റിംഗ് സ്കോളറുമാണ്. അവർ അറ്റ്ലാന്റിക് കൗൺസിലിൻ്റെ ഇറാൻ സ്ട്രാറ്റജി പ്രോജക്റ്റ് വർക്കിംഗ് ഗ്രൂപ്പിലെ അംഗവുമാണ് ഈ കെല്ലി ജെ ഷാനൻ. അവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇറാനിയൻ ജനതയിൽ നിന്ന് നിരവധി പ്രതികരണങ്ങളാണ് അവർക്ക് കാണാൻ കഴിയുന്നതെന്ന് അവർ പറയുന്നു. ഇപ്പോൾ ഒരു ചെറിയ ന്യൂനപക്ഷമായ ഭരണകൂട പിന്തുണക്കാർ ഇസ്രായേലിനെതിരെ പ്രകോപിതരാണെന്നും ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പ്രതികാര ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പ്രവചനാതീതമായിട്ടാണ് അവർ പറയുന്നത്. ഈ ഘട്ടത്തിൽ മിക്ക ഇറാനികളും അവരുടെ ഭരണകൂടത്തെ എതിർക്കുന്നു. ഇസ്രായേൽ കൊന്ന ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്പിസ് IRGC നേതാക്കളോട് അവർക്ക് വലിയ സ്നേഹമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായ നിരപരാധികളായ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ടെഹ്റാനിൽ ഇസ്രായേൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങൾ ആക്രമിച്ചപ്പോൾ മരിച്ചവർക്ക് നിരവധി ഇറാനികൾ ദുഃഖം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നു. ഇറാൻ ഇറാഖ് യുദ്ധത്തിലൂടെ 1980 മുതൽ 1988 വരെയുള്ള ആ കാലഘട്ടത്തെ അതിജീവിച്ചതായിട്ടുള്ള ഇറാനികൾക്ക് ഈ യുദ്ധത്തിൽ ടെഹ്റാനിൽ ബോംബുകൾ വർഷിച്ചതിൻ്റെ ആഘാതകരമായ ഓർമ്മകളും ഇപ്പോൾ ഉണ്ടായ ആക്രമണങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. ഇറാനിലെ സർക്കാരിനെ എതിർക്കുന്നവർ ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ജനതയ്ക്ക് രാജ്യത്തിൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് വ്യത്യസ്തവും സങ്കീർണവുമായിട്ടുള്ള വികാരങ്ങളാണ് ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവർ പറയുന്നത് ഊർജ ആവശ്യങ്ങൾക്കായി ആണവ പദ്ധതി ഉണ്ടായിരിക്കാൻ മറ്റേതൊരു രാജ്യത്തെയും പോലെ തങ്ങളുടെ രാജ്യമായിരിക്കുന്ന ഇറാനും അവകാശമുണ്ടെന്ന് പലരും കരുതുമ്പോൾ തന്നെ മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കുവാനുള്ള ആണവായുധത്തിനായി സമ്പുഷ്ട യുറേനിയം സംഭരിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് വളരെ അമർഷമുണ്ട്. ആ അമർഷത്തെ പ്രതിപക്ഷം ഇപ്പോൾ ആളിക്കത്തിക്കുകയും ചെയ്യുകയാണ്. ഇറാനിൽ ആണവായുധം വികസിപ്പിക്കുക എന്ന ആശയം വിവാദപരമായിട്ടുള്ളതാണ്. പലരും പല കാരണങ്ങളാൽ ആണവായുധങ്ങളെ എതിർക്കുന്നുണ്ട്. ഇറാനിയൻ ജനതയും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നമ്മൾ അറിയണം. ഈ ഘട്ടത്തിൽ ഭൂരിപക്ഷവും ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അന്ത്യം കാണാനും മനുഷ്യാവകാശങ്ങളിലും സമാധാനത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരുവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമായും നിലവിലെ സാഹചര്യത്തിൽ ഈ ഇറാനിലുള്ള ജനതകൾ സ്വന്തം സർക്കാരിനോട് വളരെയധികം രോഷം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ജെ കെല്ലി കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നത്. ഇസ്രായേലി ആക്രമണങ്ങൾക്ക് മുമ്പ് സർക്കാരിൽ നിന്ന് ഒരു മുന്നറിയിപ്പോ വ്യോമാക്രമണ സൈറനുകളോ അല്ലെങ്കിൽ മറ്റു മുന്നറിയിപ്പുകളോ ഉണ്ടായിരുന്നില്ല എന്ന് ഇറാൻ ജനത ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിരാവിലെ തന്നെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലാണ് ആക്രമണങ്ങൾ ഭൂരിപക്ഷവും നടന്നത്. അതിനുള്ളിലെ ആളുകൾ തങ്ങൾക്ക് നേരെയുള്ള അപകടത്തെക്കുറിച്ച് ഒരറിവുമില്ലാതെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്ക് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാത്തതിൽ പൊതുജനങ്ങൾ വളരെയധികം കോപാകുലരാണ്. പക്ഷേ അതൊന്നും അത്ഭുതപ്പെടുത്തുന്നില്ല അവരെ. കാരണം അവർ ഇതിനകം തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. വരുവാനിരിക്കുന്ന വലിയ യുദ്ധത്തിൽ, പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ കൂടുതൽ നിരപരാധികളായിട്ടുള്ള ഇറാനികൾ കൊല്ലപ്പെടുമെന്നുള്ളതും ദുരന്തം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ആ സാധ്യതകളെയും അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതിനാൽ അവർ നിലവിലെ മതഭരണകൂടത്തോട് വളരെ രോക്ഷമുള്ളവരാകുന്നു എന്നാണ് കെല്ലി ജെ ഷാനൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അവിടുത്തെ സാധാരണ ജനതയോട് അവിടുത്തെ ഭരണകൂടത്തിന് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ വന്നിരിക്കുകയാണ്. മതത്തോടാണ് അവരുടെ കമ്മിറ്റ്മെൻറ്റ്. ഇത് ഏതൊരു രാജ്യത്തും മതവെറിയിൽ നിലനിൽക്കുന്ന ഏതൊരു രാജ്യത്തിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും നേർചിത്രമാണ് നമ്മുടെ മുമ്പാകെ ഇറാനിലെ ഷിയ മതം അല്ലെങ്കിൽ ഇസ്ലാമിക മതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളാണ് സുന്നികളും ഷിയാക്കളും. സുന്നികളിൽ തന്നെ വേറെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്.
അപ്പോൾ ഈ ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള യുദ്ധം ആദിമ നൂറ്റാണ്ടിൽ തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടുകൂടി തന്നെ സംജാതമായതാണ്. അതിപ്പോഴും നിലനിൽക്കുന്നു, വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ആ ഭരണകൂടം എങ്ങനെയെങ്കിലും ഇല്ലാതായിട്ട് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഭരണകൂടം വേണം എന്ന ചിന്തയിലാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ എന്ന് കെല്ലി ജെ ഷാനൻ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇസ്രായേലിലേക്ക് വരാം. ഇസ്രായേലിലെ പൊതുജനങ്ങൾ എങ്ങനെയാണ് ഈ യുദ്ധത്തോട് പ്രതികരിക്കുന്നത്? ഞാൻ അവിടുത്തെ പല പ്രിയപ്പെട്ടവരുമായിട്ട് മുന്നമേയുള്ള എൻ്റെ വീഡിയോകളിൽ പറഞ്ഞല്ലോ, ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ സ്നേഹിതന്മാരായ 4-5 പേരെ വിളിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും നമുക്ക് ലഭ്യമായിട്ടുള്ള അവിടെ നിന്നുള്ള റിസോഴ്സസിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഭൂരിഭാഗവും ഗവൺമെൻറ്റിൻ്റെ നടപടിയെ പിന്തുണയ്ക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂരിഭാഗം എന്ന് പറയുമ്പോൾ സിംഹഭാവവും നല്ല പങ്കാളുകളും അതിനെ പിന്തുണയ്ക്കുകയാണ്. ഇറാൻ അപകടകരമായ രീതിയിൽ ഒരു ആണവ ബോംബിന്റെ നിർമ്മാണ ഘട്ടത്തിലാണെന്ന് ആ ജനതയ്ക്ക് എല്ലാവർക്കും ഇതിനോടകം ബോധ്യമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് ശ്വസിക്കാനുള്ള നല്ല വായുവും അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ വളരെ കൃത്യമായി ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവർക്കറിയാം. അതിനൊക്കെ വിഘാതം വരുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നീങ്ങുന്നത് എന്നുള്ളത് അവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് പോലും കൃത്യമായി ബോധ്യമായി, എവിടുത്തെ ഇസ്രായേലിലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം അനിവാര്യമാണെന്ന് അവരിൽ നല്ല പങ്കാളുകൾ വിശ്വസിക്കുകയും അതിനായിട്ട് നേതൃത്വത്തെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഇസ്രായേലി ആഭ്യന്തര മുന്നണിയിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും പൊതുജനങ്ങൾ എല്ലാ തരത്തിലും സർക്കാരിന് അംഗീകാരം നൽകി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ്, അവര് വളരെ കൃത്യമായിട്ട് ഇറാന്റെ ഈ പ്രോക്സി വാറിനെ കൃത്യമായി മനസ്സിലാക്കിയവരാണ്. പലസ്തീൻ നാട്ടിലുള്ള ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികളെ കൊണ്ട്, ആ ഭീകര മനുഷ്യരെ കൊണ്ട് ഇസ്രായേലി ജനതയെ കൊന്നുമുടിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ആ സമയം മുതൽ തന്നെ ഇറാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇറാൻ തങ്ങളെ ഏത് സമയത്തും എങ്ങനെയും ഇല്ലാതാക്കാൻ തക്കവണ്ണം തൻ്റെ അനുചരന്മാരെ അയക്കുമെന്നുള്ളതും കൃത്യമായിട്ട് അറിയാമായിരിക്കുന്നതുകൊണ്ടാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും മാത്രമല്ല അതിനുള്ള എല്ലാ വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടെ യുദ്ധത്തിലേക്കൊക്കെ പരിശീലിക്കാനും യുദ്ധം ചെയ്യാനായിട്ട് അയക്കാനും ഒക്കെ അവർ സന്നദ്ധരാകും. അവരുടെ ചാര സംഘടന മൊസാദൊക്കെ എത്രയോ വർഷങ്ങൾ ഓരോ രാജ്യങ്ങളിൽ പോയി തങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ വിട്ട് പോയി അവിടെ കൃത്യമായി പഠനങ്ങളൊക്കെ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വസ്തുതകളും തങ്ങളുടെ രാജ്യത്തിനെതിരെ വരുന്ന എല്ലാ ഭീകര പ്രവർത്തനങ്ങളും കൃത്യമായി കണ്ടെത്തി അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുവാൻ തക്കവണ്ണം ഭരണകൂടത്തോട് ശുപാർശ ചെയ്യുന്നത്. അങ്ങനെയാണ് ഭരണകൂടം ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് തങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ആ ഇസ്രായേൽ ജനത ഒന്നടങ്കം ആ ഭരണകൂടത്തിൻ്റെ പിന്നിൽ തന്നെയാണ്. എന്നാൽ ഇറാനിലാകട്ടെ നേരെ തിരിച്ചാണ്. ഏത് സമയത്തും ഖൊമേനി അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖൊമേനി എന്ന് പറയുന്ന ആ മത നേതാവ്, അദ്ദേഹത്തെ ഒരു പക്ഷെങ്കിൽ ഇറാനികൾ തന്നെ വധിക്കുവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അതൊരു പക്ഷെങ്കിൽ ഇസ്രായേലിൻ്റെ മേൽ ചാർത്താൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇസ്രായേൽ അദ്ദേഹത്തെ സ്പെയർ ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും അത് ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആയത്തുള്ള അലി ഖൊമേനി എന്ന് പറയുന്ന ആ മത നേതാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിലെ അധികാരം എല്ലാം തന്നെ അദ്ദേഹം കൈയടക്കി വെച്ചിരിക്കാൻ അദ്ദേഹം പറയുന്ന പോലെ മാത്രമേ ഇറാനിൽ നടക്കുകയുള്ളൂ. അദ്ദേഹം സമാധാനകാംക്ഷിയല്ല, യുദ്ധക്കൊതിയനുമാണ്. ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ള ഏക ചിന്തയാണ് രാവിലെ മുതൽ രാത്രി വരെയും രാത്രി മുതൽ പ്രഭാതം വരെ അദ്ദേഹത്തിനുള്ളത്. ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ജീവിച്ചിരിക്കേണ്ടത്, ഇസ്രായേൽ രാജ്യമായിരിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ആവശ്യമാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ഇസ്രായേലിൻ്റെ പല കണ്ടുപിടുത്തങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു, ഗുണകരമായിട്ട് ഇനിയും ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഒരു കാര്യം സത്യമാണ്, അവർ കുത്യവനായ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതുവരെയും അവർക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കേണ്ടി വരും. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെയും അവർ ഈ വിധത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതും അവരറിഞ്ഞിരുന്നെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം.